അത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഉത്തർപ്രദേശിൽ മുസഫർ നഗറിൽ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പ്രതിഷേധിച്ച് 300 പേർക്ക് നോട്ടീസ് എന്നുള്ളതാണ്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി മജിസ്ട്രേറ്റ് ആണ് നോട്ടീസ് നൽകിയത്. മണിപ്പൂരിൽ ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് അസ്കർ അലിയുടെ വീടിന് തീയിട്ടു. അതിക്രമം വഖഫ് ബില്ലിന് പിന്തുണച്ചതിൽ എന്നുള്ള അറിയാൻ കഴിയും. വിനിത വിജി വിവരങ്ങൾ വെച്ചിരുന്നു. വിനിത, ഈ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധ മാർഗമാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമാണെന്ന് ഇതുവരെയും നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുമില്ല. എന്തുകൊണ്ടാണ് ആ ബാഡ്ജ് അണിഞ്ഞവർക്ക് നോട്ടീസ്? വിനീത. തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 300 പേർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. UP മുസാഫർ നഗറിലാണ് 300 പേർക്ക് ഈ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. നേരത്തെ 24 പേർക്ക് കൂടി അവിടെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിലാണ് ഇങ്ങനെയൊരു നടപടി അവർക്കെതിരെ വന്നിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി മജിസ്ട്രേറ്റ് ഈ ആളുകൾക്ക്, ഈ പ്രതിഷേധിക്കാൻ എത്തിയവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പള്ളിയിലെ പ്രാർത്ഥനാ സമയത്ത് കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധത്തിന് എത്തിയവർക്കാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 16-ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന് ഇവർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികൾ കൂടി നീങ്ങുന്നു എന്നൊരു സൂചന കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിൽ വലിയ ഒരു പ്രതിഷേധം കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മണിപ്പൂരിലെ തൗബൽ ജില്ലയിലാണ് അവിടുത്തെ BJP ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റിന്റെ വീട് അക്രമികൾ കത്തിച്ചത്. അവിടെ വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ആ വീടിന് നേരെ. ഈ വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധക്കാർ വീട്ടിലേക്ക് എത്തുകയും അവിടെ വീട് ആക്രമിക്കുകയും വലിയ പ്രതിഷേധം ആ വീടിന് മുന്നിൽ നടത്തുകയും ചെയ്തു. പിന്നാലെ വീട് കത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ ആ മേഖലയിൽ മണിപ്പൂരിലെ തൗബൽ ജില്ലയിലാണ്. ആ മേഖലയിലൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ വീടിന് നേരെ ആക്രമണം ഉണ്ടായതോടുകൂടി ഈ BJP മോർച്ച നേതാവ്, ന്യൂനപക്ഷ മോർച്ച നേതാവ് ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ വീണ്ടും ഒരു ക്ഷമാപണം എന്ന തരത്തിൽ, അതായത് ഈ വഖഫ് നിയമത്തിനെ പിന്തുണച്ചതിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് മറ്റൊരു പോസ്റ്റ് കൂടി ഇടേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ ശക്തമായ പ്രതിഷേധം കൂടി ഈ വഖഫ് നിയമത്തിനെതിരെ ഇപ്പോൾ നടക്കുകയാണ്. ഹാഷ്മി.